നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വേദയും വിക്രവും റെഡിയായിട്ടിരിക്കുകയാണ് രാജാക്കോട് പോകാനായിട്ട്. ഈ സമയത്തൊക്കെ അനിയൻകുട്ടനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അനിയൻകുട്ടൻ അപ്പോഴും സ്വബോധം വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സജീവൻ വന്നു. സജീവൻ അവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചരക്ക് ലോറി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ലോറിയുടെ അടുത്തേക്ക് എന്നിട്ട് സജീവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് വിക്രത്തോട് പറയണം. പിന്നെ ഫോണിൽ നിന്ന് എന്നെ മാത്രമേ വിളിക്കാവുള്ളൂ, വേറെ ആരെയും വിളിക്കാനായിട്ട് ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നീട് ലോറി ഡ്രൈവറോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആൾക്കാർ ഇവരെ രാജക്കാരൻ്റെ അടുത്ത് എത്തിച്ചാൽ മതി. പിന്നെ അവിടെ ഗീർവർസിന് ചേട്ടൻ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങളെ പിക്ക് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സജീവന് അവരെ ലോറിയെ കയറ്റി വിടുവാണ്. അപ്പോൾ ഒത്തിരി നന്ദി പറഞ്ഞു വിക്രം. കാരണം സജീവനും കൂടി ഈ അവസരത്തിൽ തങ്ങളോടൊപ്പം നിന്നില്ലായിരുന്നെങ്കിൽ ഇവിടുന്ന് പോകാനൊന്നും പെട്ടെന്ന് പറ്റില്ലായിരുന്നു. എങ്ങോട്ട് പോകണം? കാരണം പെട്ടെന്നൊരു താവളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമില്ല. ആവശ്യത്തിന് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സജീവൻ അവരെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ അവരെ ലോറിയെ കയറി നേരെ രാജക്കാടിന് പോവുകയാണ്. ഇതേ സമയത്ത് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ സംസാരിക്കുകയാണ്. അച്ഛാ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. കാരണം എവിടെയാണെങ്കിലും ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും കണ്ടെത്തണം അവരെ. അല്ലെങ്കിലുണ്ടല്ലോ, നമ്മളാണ് പുളിക്കനെ കൊന്നതും അതുപോലെ തന്നെ വരൻ്റെ കൊലപാതകത്തിന് പിന്നിൽ നിന്നുള്ള സത്യങ്ങളൊക്കെ ആ വാസവൻ അറിയും. വാസവൻ അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഭൂമി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. ചന്ദ്രശേഖരൻ പറഞ്ഞു, അതിനധികം താമസം ഉണ്ടാകത്തില്ല. അവരെവിടെ പോയി വിളിച്ചിരുന്നാലും നമ്മൾ കണ്ടെത്തും ശ്രീകാന്ത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷ അങ്ങോട്ടേക്ക് വന്നു. വർഷ വന്നിട്ട് പറഞ്ഞു, അല്ല ശ്രീയേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വേദ പറഞ്ഞാൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്ത് സത്യം? അല്ല, അവൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ അവിടെ കിടന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ സത്യമുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വർഷേ, ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന്. അങ്ങനെ വല്ലവനും കൊണ്ട് തിന്നാനായിട്ടൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇത്ര റിസ്ക് എടുക്കുന്നത് എന്തിനാ എന്നൊക്കെ ശ്രീകാന്ത് വർഷയോട് പറയണം. അപ്പോൾ വർഷയുടെ വീട്ടിലായിരുന്നു ശ്രീകാന്തൊക്കെ. ആ കാര്യത്തിൽ ശങ്കരനാരായണനോട് തടസ്സം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ശ്രീകാന്ത് വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിലും ഈ പറയുന്ന വരിൻ്റെയും പുളിക്കിൻ്റെയൊക്കെ കൊലപാതകം പുറത്തു വന്ന് കഴിയുമ്പോഴത്തേനും അവനെ താൻ അടിച്ച് ഇറക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ശങ്കരനാരായണൻ അറിയായിരുന്നു. കാരണം ഒന്നുമില്ലെങ്കിലും ഒരു ജഡ്ജിയല്ലേ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ശങ്കരനാരായണൻ പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ശ്രീകാന്തിനും പങ്കുണ്ടെന്ന് ശങ്കരനാരായണൻ സംശയിച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നീട് ശ്രീകാന്ത് ചന്ദ്രശേഖരനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ അവന്മാരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം. എവിടെ പോയി വിളിച്ചാലും നമുക്ക് അവരെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. സാരമില്ല, CI അവരെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവരെങ്ങോട്ട് പോയാലും അവരെ കണ്ടുപിടിക്കും. അവരെ കാറിനല്ലേ പോയിരിക്കുന്നത്. ആ കാറ് എവിടെ വെച്ച് കണ്ടാലും പിടികൂടുമെന്നൊക്കെ പറഞ്ഞു. ഈ സമയം CIയും കൂട്ടരും വേദയും വിക്രത്തിനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കണ്ടെത്താനായിട്ട് പറ്റിയില്ല. കാരണം ചരക്ക് ലോറി കയറിയല്ലേ അവർ പോകുന്നത്. അങ്ങനെ ലോറി കയറി അവർ കുറേ ദൂരം അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ലോറി ഡ്രൈവർ പറഞ്ഞു, അതേ ചായ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ ഇവിടെ ഇറങ്ങി കുടിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് വിക്രം പറഞ്ഞു, അതെ അനിയൻകുട്ടനെ ചിലപ്പം വേണമായിരിക്കും, ഒരു കാര്യം ചായ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങി ചായയൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. വേദയ്ക്കും ചായ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇച്ചിരി സമയം കഴിഞ്ഞിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. അങ്ങനെ ഒടുവിൽ നേരം വെളുക്കാറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും രാജാക്കടെ എത്തുവാണ്. ഈ സമയത്ത് ജോസഫിൻ്റെ കോള് വരുന്നത്. ജോസഫ് വിളിച്ചിട്ട് വിക്രത്തോട് പറഞ്ഞു, അതെ നിങ്ങൾ എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലം പറയാണ്. ഒരു കാര്യം ചെയ്യാം, അവിടെ ഇറങ്ങിക്കോ, ഇപ്പോഴേക്കോ അവിടേക്കൊരു ജീപ്പ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ജീപ്പ് അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് ജീപ്പിനകത്തുനിന്ന് ഡ്രൈവർ അങ്ങ് ഇറങ്ങിയിട്ട് വിക്രത്തിൻ്റെ ഒക്കെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, വിക്രം അല്ലേന്ന് ചോദിച്ചു. അതെ, ഞാൻ ഗീർവറീസ്. അപ്പോഴേക്കും വിക്രത്തിന് ആളെ മനസ്സിലായി. കാരണം ഇയാളാണ് തങ്ങളെ കൂട്ടാൻ വരുന്നത്. സജീവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞു, ബാ വന്ന് കയറാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ മൂവരും കയറി. അങ്ങനെ അവരെ കൊണ്ട് ജീപ്പ് അങ്ങോട്ട് പോവാണ്. വേദയ്ക്ക് ആ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ. മൂന്നാറിൻ്റെ അടുത്ത സ്ഥലമാണല്ലോ രാജാക്കാട്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊത്തിരി വലുതായിട്ട് ആസ്വദിക്കാതിരുന്ന മൂഡിലും അല്ലായിരുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഗീർവർസ് ചോദിച്ചു, അല്ല എനിക്കറിയത്തില്ലാണ്ട് ചോദിക്കുക, നിങ്ങൾ ഒളിച്ചോടി വന്നാണോ അതോ ഇനിയിപ്പം ഓടിപ്പോകുന്നതാണെന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല നിങ്ങളെ ആരെങ്കിലും ഓടിച്ച് വിട്ടാണോ അടിച്ചിറക്കി വിട്ടാണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും വിക്രം പെട്ടെന്ന് പറഞ്ഞ, അല്ല അത് പിന്നെ ആ സമയത്ത് വേദം മിണ്ടല്ലെന്ന് പറയാണ്. പിന്നീട് വിക്രം പറഞ്ഞ, ഞങ്ങൾ ഒളിച്ചോടി പോന്നാന്ന് പറഞ്ഞു. ഓ അപ്പം അങ്ങനെയാണല്ലേ, അങ്ങനെ വരട്ടെ. അല്ല ഇവിടേക്ക് വന്ന് ഇവിടെ ആരും പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. അതുപോലത്തെ ഒരു സ്ഥലമുണ്ട്. സജീവൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നോക്കണമെന്ന്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നിങ്ങളെ ആരും തൽക്കാലത്തേക്ക് കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ എന്തായാലും ഇവിടെ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ
വിക്രം പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം, സജീവ് ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഒടുവിൽ പിന്നീട് കുറേ ദൂരം വണ്ടി ഓടി. അതിനുശേഷം ഒടുവിൽ ഒരു പള്ളിയുടെ അങ്ങോട്ടേക്ക് വണ്ടി എന്ന് കയറുവാണ്. പിന്നീട് ഗീർവരസ് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ അച്ഛനെ ഒന്ന് കണ്ടു വരാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് വേദയും വിക്രവും കൂടെ ഇറങ്ങി. അങ്ങനെ അവിടെയൊക്കെ നിന്ന് അവിടെയൊക്കെ നോക്കുവാണ്. സ്ഥലമൊക്കെ കൊള്ളാം. അപ്പോഴേക്കും വേദ പറഞ്ഞു, വിക്രം, ഇവിടെ എന്തായാലും നമ്മളെ അന്വേഷിച്ച് ആരും വരത്തില്ലായിരിക്കും അല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കാം, പക്ഷെ പറയാൻ പറ്റില്ല. എല്ലായിടത്തും അവരന്വേഷിക്കൂല നമ്മളെങ്ങോട്ടാ പോയെന്ന്. എത്ര ഒളിച്ചിരുന്നെന്ന് പറഞ്ഞാലും അവർ നമ്മളെ കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അനിയും കുട്ടനും കൂടെ ഉള്ളതുകൊണ്ടാണ് ഒരു ഭയം. കാരണം ഒരു കാരണവശാലും അവനെ നമുക്ക് വിട്ടുകൊടുത്തുകൂടാ. അവനാണ് നമ്മുടെ ഏക പിടിവള്ളി. അവനെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തെളിവുകളും അവസാനിക്കുമെന്ന് പറഞ്ഞു. ആ സമയം ഗീർവറിയാസ് പോയി അച്ഛനെ കാണുന്നുണ്ട്. അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അവർക്കൊരു ഷെൽട്ടർ വേണോ അച്ചോ എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അച്ഛൻ ചോദിച്ചു, അല്ല അവരെ കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നില്ലെന്ന് പറഞ്ഞു. അത് പിന്നെ അച്ചോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് അച്ഛനോട്. അച്ഛൻ പറഞ്ഞൊരു കാര്യം നമ്മുടെ ആ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ ഒരു ചെറിയ ഷെഡ് പോലത്തെ ഒരു വീടില്ലേ, അവരെ അവിടേക്ക് താമസിപ്പിച്ചു. പിന്നെ ഗീർവറിസിനെ ഞാൻ നമ്മളെ ബന്ധം വെച്ചിട്ടാണ്, അറിയാലോ. അത് കേട്ടപ്പോൾ ഗീർവറിസ് പറഞ്ഞു, ഒരു പ്രശ്നമില്ല അച്ചോ, തൽക്കാലത്തേക്ക് അവർക്കൊന്ന് താമസിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അവരെ കണ്ടിട്ട് പ്രശ്നങ്ങളൊന്നും തീരുന്ന ലക്ഷണം കാണുന്നില്ല. അവരുടെ നിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് സൂക്ഷിക്കണമെന്നൊക്കെ അച്ഛനും പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഗീർവറിസ് വന്നിട്ട് പറഞ്ഞു, ബാ കയറ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ തേയിലത്തോട്ടത്തിന് നടുവിൽ ഒരു ചെറിയ വീട്. അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് വിക്രത്തോടും വേദയോടും പറഞ്ഞു, ഇന്ന് മുതൽ നിങ്ങൾ ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. വീടിൻ്റെ കീയൊക്കെ എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വലിയ വീടും കാര്യങ്ങളൊക്കെ ഒന്നുമല്ല, ഒരു ചെറിയ വീടാണ്, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്പരും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ആ സമയത്ത് വിക്രം പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട്, കാരണം ഞങ്ങൾ ഇതുപോലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അതെ, സജീവൻ ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്തു തരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർക്ക് ഷെൽട്ടറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതേ സമയത്ത് ജോസഫും രാജേട്ടനും ഒക്കെ എന്ത് ചെയ്യണമെന്നറിയില്ലാതിരിക്കുക. കാരണം ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അപ്പോൾ ശ്രീകാന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ. അവൻ്റെയൊക്കെ ചതിയാണ്. അത് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. ഒരു പക്ഷേങ്കിൽ പുളിക്കനെ കൊന്നതിൽ ശ്രീകാന്തിനും അതുപോലെ തന്നെ ചന്ദ്രശേഖരനും ഒക്കെ പങ്ക് കാണും എന്ന് തന്നെ അവർ വിചാരിച്ചു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അനിയും കൂടിന് അത്രമാത്രം ഭയന്നത്. ഇതേ സമയത്ത് ശ്രീനിവാസനെ കാണാനായിട്ട് സജീവൻ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ശ്രീനിവാസനോട് സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് രാജേട്ടനെയും ജോസഫിനെയൊക്കെ രക്ഷിക്കണം. പോലീസ് അവരെ പിടിച്ചുകൊണ്ട് പോയിരിക്കുക. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ അവരെത്തിയിട്ടില്ല. അതിനർത്ഥം അവരെ വേറെ എങ്ങോട്ടോ കടത്തിയിരിക്കുമെന്നാ. ഒരു പക്ഷേ ഈ ഗുണ്ടകളുമായിട്ട് ആ CIക്ക് പങ്കുണ്ടോന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അല്ല, കാര്യം എന്താണെന്ന് ചോദിച്ചു. പിന്നീട് അനിയൻകുട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനിയൻകുട്ടനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് അവന്മാർ ശ്രമിച്ചു. അത് പക്ഷേ നടന്നില്ല. പിന്നീടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് വിളിക്കട്ടെ ആ CIനെ എന്ന് പറഞ്ഞു. അങ്ങനെ CI വിളിക്കുകയാണ്. CI വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. അപ്പോഴേക്കും CI പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുതരാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ പറഞ്ഞു, അവർക്കൊരു പോറലെങ്കിലും ഏറ്റാണ്ടല്ലോ, അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് ദൃക്സാക്ഷികളുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ CI ഒന്ന് പതറി. കാരണം CIക്ക് മനസ്സിലായി കളി കാര്യമാവുന്നുള്ള കാര്യം. പിന്നീട് ശ്രീനിവാസൻ പറഞ്ഞു, അവരെ കൊണ്ടുപോയതുപോലെ തന്നെ തിരികെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടേക്കണം, അല്ലെങ്കിൽ CI ആ തൊപ്പിയും വെച്ചുകൊണ്ട് അവിടെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് സജീവനോട് പറഞ്ഞു, പേടിക്കണ്ട, അധികം വൈകാതെ അവരെത്തും, അവരൊന്നും ചെയ്യാനായിട്ട് ആ CIക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം സജീവൻ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഈ CIക്കും അറിയായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരൊക്കെ ഉള്ളതെന്ന്, അയാളും കൂടെ ചേർന്നിട്ടാണ് കളിക്കണേന്ന് തോന്നുന്നു പറഞ്ഞു. ശ്രീനിവാസൻ പറഞ്ഞു, നമുക്ക് നോക്കാം, എന്തായാലും അധികം വൈകാതെ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറഞ്ഞു. ഈ സമയം ശ്രീനിവാസനെ വിളിച്ച കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനെ ചന്ദ്രശേഖരനെ വിളിച്ച് പറയുന്നുണ്ട് CI. എന്നിട്ട് പറഞ്ഞു, ഇത് അപകടമാണ്, കാരണം എനിക്ക് അധിക സമയം അവരെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ വിടണോ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു, അവന്മാരാണ് ഏക പിടിവള്ളി, അവന്മാരെ കൊണ്ടല്ല സത്യങ്ങൾ പറയിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ശരിയാ ശ്രീകാന്തെ, പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ തൊപ്പി പോകുന്ന കാര്യമാണ്, എൻ്റെ തൊപ്പിയും പോലും ജോലിയും പോവും. ഇതിൻ്റെ പിന്നിൽ ആ ശ്രീനിവാസൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അപകടമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരുടെ ദേഹത്ത് അധികം ദേഹോദരവ് ഏൽപ്പിക്കാനും പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, താൻ പേടിക്കണ്ടോ, താൻ എന്തിനാ ഇങ്ങനെ പേടിക്കണേന്ന് ചോദിച്ചു. അതൊക്കെ ശരിയാ സാറേ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. ശരിയെന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് ചന്ദ്രശേഖരനോട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യമുണ്ട്, അവന്മാരെ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിടിവള്ളി പോകും. പിന്നെ അതുമാത്രമല്ല, ഇവന്മാർ നമ്മുടെ പേര് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിലോ
ആ ശ്രീനിവാസനോട്. അപ്പം നമ്മളെ സംശയം അങ്ങനെ വാസവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനവും, അതുകൊണ്ട് എന്തേലും ചെയ്യണമെന്ന് പറഞ്ഞു. അത് ശരിയാ, അവന്മാർ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്കിനി പണിയാൻ തോന്നുന്നത്. ഒരു കാര്യം ചെയ്താലോ, ആ മരം കൂടെ അങ്ങ് തട്ടിയാലോ എന്ന് ചോദിച്ചു. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇനി അവന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ സിയെ കാലുവാരിയാലോ, നമ്മുടെ തലയിലേക്ക് വെച്ച് കിട്ടിയാലോ, അതും അപകടമല്ലേന്ന് ചോദിച്ചു. അത് ശരിയാ, എന്താ ചെയ്യേണ്ടതെന്ന് അവരാകെപ്പാടെ പെട്ടുപോയി. നിസ്സാര കളിയില്ലെന്ന് മനസ്സിലായി. വേദയും വിക്രത്തിനും ഒട്ട് കിട്ടിയിട്ടുമില്ല. ഇപ്പം ഈ മാതിരി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ പേരും പറയും. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി ശ്രീകാന്ത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.